ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാ ദിവസവും പെട്ടെന്ന് ചൊല്ലിത്തീർക്കാവുന്ന, അതായത് വലിയ കുരിശിൻ്റെ വഴി ചെല്ലാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് അത് ചെല്ലാൻ ചില സാഹചര്യങ്ങളും ചില അവസരങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ധ്യാനിച്ച് കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു കുരിശിൻ്റെ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് അതിൽ പങ്കുചേരാം. പ്രാരംഭ പ്രാർത്ഥന. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഈ കുരിശിൻ്റെ വഴി അത് ഞങ്ങളുടെ ജീവിതത്തിലെ കുരിശുകളെ നിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കാനുള്ള ഒരവസരമാണ്. തൻ്റെ ജീവിതത്തിലെ വ്യാകുലങ്ങളെ കുരിശിനോട് ചേർത്ത് വെച്ച് വിജയം വരിച്ച പരിശുദ്ധ അമ്മേ, മാതാവേ, ഈ യാത്രയിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, അങ്ങ് കുരിശ് മരണത്തിന് വിധിക്കപ്പെട്ടതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ വ്യക്തിജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അന്യായമായ വിധിവാചകങ്ങളെ നിന്റെ കുരിശോട് ചേർത്ത് സ്വീകരിക്കുവാൻ അനുഗ്രഹിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ, അങ്ങ് ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് പോകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖസങ്കടങ്ങളെ ക്ഷമയോടുകൂടെ നിന്റെ കുരിശോട് ചേർത്ത് സഹിക്കുവാൻ അനുഗ്രഹിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, അങ്ങ് കുരിശുമായി വീഴുന്നതിനെ ഓർത്ത് അങ്ങയെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതയാത്രകളിലെ അന്യായമായ വീഴ്ചകളെ നിന്റെ കുരിശോട് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ വഴിയിൽ വെച്ച് തൻ്റെ അമ്മയെ കാണുന്നു. ഈശോ മിശിഹായെ, കുരിശ് യാത്രയിൽ അമ്മയെ കണ്ടുമുട്ടിയതിനെ ഓർത്ത് അങ്ങയെ ആരാധിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹൃദയ നൊമ്പരത്തിൻ്റെ തീവ്രത ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞങ്ങളുടെ ക്ലേശയാത്രകളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിസ്സഹായമായ നോട്ടങ്ങളെ അങ്ങയെ ചങ്കോട് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അഞ്ചാം സ്ഥലം, ഈശോ മിശിഹായെ ശമയോൻ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, അങ്ങയെ കുരിശ് ചുമക്കുന്നതിന് സഹായിച്ച ശമയോൻ എന്ന മഹാത്മാവിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നുവരുന്ന സഹായഹസ്തങ്ങളെ അനുഗ്രഹിക്കണമേ. ആറാം സ്ഥലം, ഈശോ മിശിഹായുടെ തിരുമുഖം വെറോനിക്ക തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, വെറോനിക്ക അങ്ങയെ തിരുമുഖം തുടയ്ക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളിലെ ഒറ്റപ്പെടുത്തലുകളിൽ കുറ്റപ്പെടുത്തലുകളിൽ ഞങ്ങളുടെ കൂടെ ചങ്ക് പോലെ നിന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ ജീവിത വഴികളിലെ വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ജെറൂസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, അങ്ങയെ നോക്കി കരയുന്ന ജെറൂസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചവർക്ക് വേണ്ടി എന്നും അവരെ കാത്തുകൊള്ളണമേ എന്നൊരു പ്രാർത്ഥന ഉള്ളിൽ സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒൻപതാം സ്ഥലം, ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, അങ്ങ് കുരിശുമായി വീണ്ടും വീഴുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ ജീവിത വഴികളിൽ സഹനങ്ങളും വീഴ്ചകളും ഒന്നിനു പുറകെ ഒന്നായി ഒരു പ്രദക്ഷിണം പോലെ പിന്തുടരുമ്പോൾ തകർന്നു പോകാതെ നിന്നിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 10-ാം സ്ഥലം, ഈശോ മിശിഹായുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു.
ഈശോ മിശിഹായെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ കടന്നു വന്ന ജീവിത വഴികളിൽ തൊലിയുലിഞ്ഞു പോകുന്ന ജീവിതാനുഭവങ്ങൾ സമ്മാനിച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 11-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, അങ്ങ് കുരിശിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന പീഡാസഹനങ്ങളെ പരാതിയില്ലാതെ നിരാശ കൂടാതെ തരണം ചെയ്ത് മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ. 12-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, അങ്ങ് കുരിശിൽ മരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ പാപസാഹചര്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കണം എന്ന തീവ്രമായ ആഗ്രഹം ഉള്ളിൽ സൂക്ഷിച്ച് അതിനുവേണ്ടി നിരന്തരമായി പ്രയത്നിച്ച് അങ്ങയുടെ മരണം വെറുതെയായില്ല എന്ന് ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 13-ാം സ്ഥലം, ഈശോ മിശിഹായുടെ ശരീരം അമ്മയുടെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, അങ്ങേ ശരീരം കുരിശിൽ നിന്നിറക്കി അങ്ങേ അമ്മയുടെ മടിയിൽ കിടത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ അൾത്താരമേശയിൽ നിന്നും അങ്ങേ ശരീരം ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങൾ ഓർക്കുന്നു. അത് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണെന്ന് അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 14-ാം സ്ഥലം, ഈശോ മിശിഹായുടെ ശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, അങ്ങേ ശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ ജീവിതത്തിൽ ശരീരത്തിൻ്റെ ബലഹീനതയാൽ ഒരു ബാധ പോലെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പാപസാഹചര്യങ്ങളെ ആത്മാവിൻ്റെ ശക്തിയാൽ സംസ്കരിച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാപന പ്രാർത്ഥന. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിൻ്റെ ശിക്ഷയെന്ന പ്രതീകത്തെ കുരിശിൽ നിന്ന് ഉരിഞ്ഞു മാറ്റി രക്ഷ പകർന്ന ഈശോയെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി നീ എന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാൻ കുമ്പസാരക്കൂടിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധിയോടെ അൾത്താരയെ സമീപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.